ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 117. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 4 അനുവാകം 8 സൂക്തം 40. ഇതിൽ നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ പരിരക്ഷിക്കുന്ന ദിക്കുകളിലെ ദേവന്മാരെ പറ്റിയാണ് പറയുന്നത്. അതായത് 8 ദിക്കുകളാണ് പ്രധാനമായിട്ട് അഷ്ടദിക്പാലകർ എന്നെല്ലാം പറയുന്നത്. ഇവിടെ ചെറിയ വ്യത്യാസമുണ്ട് പറയുന്നതിൽ, എന്നാലും ദിക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് ദിക്കുകളെപ്പറ്റി വേദങ്ങൾ ബ്രഹ്മം തൊട്ട് പറയുമ്പോൾ ദിക്കുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പ്രപഞ്ചത്തിൻ്റെ ക്രമീകരണം എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് അപ്പോൾ മനസ്സിലാകും. ദിക്കുകൾ നമ്മളെ വലിയ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദിക്കുകളാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ വർത്തിച്ച ഒരു പ്രത്യേകത. അതെല്ലാം നമുക്ക് അപ്പോൾ കാണാം. ഇനി നമുക്ക് വേദത്തിലേക്ക്, സൂക്തത്തിലേക്ക് പോകാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 4 അനുവാകം 7 സൂക്തം 40. ഋഷി ശുക്രൻ, ദേവത ജാതവേദൻ, ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി. ഏ പുരസ്താജുഹ്വതി ജാതവേദ പ്രാച്യാദിശോ അഭിഭാസന്ത്യസ്മാൻ അഗ്നിമൃത്വാ തേ പരാഞ്ചോ വ്യഥന്താം പ്രത്യഗേനാം പ്രതിസരേണ ഹന്മി. ഏ ദക്ഷിണതോ ജിഹ്വാതി ജാതവേദോ ദക്ഷിണായ ദിശോ അഭിഭാസന്ത്വാസ്മാൻ തയമമൃതോ തേ പരാഞ്ചോ വ്യഥന്താം പ്രത്യഗേനാം പ്രതിസരേണ ഹന്മി. യേ പശ്ചാജുഹ്വതി ജാതവേദഃ പ്രതീച്യാദിശോ അഭിഭാസന്ത്യസ്മാൻ വരുണ മൃത്വാ തേ പരാഞ്ചോ വ്യഥന്താം പ്രത്യഗേനാം പ്രതിസരേണ ഹന്മി. യേ ധസ്താജുഹ്വതി ജാതവേദോ ധ്രുവായോ ദിശോ അഭിഭാസന്ത്യസ്മാൻ ഭൂമിമൃത്വാ തേ പരാഞ്ചോ വ്യഥന്താം പ്രത്യഗേനാൻ പ്രതിസരേണ ഹന്മി. യോ അന്തരീക്ഷാ ജുഹ്വതി ജാതവേദോ വ്യധ്വായ ദിശോ അഭിഭാസന്ത്യസ്മാൻ വായുമൃത്വാ തേ പരാഞ്ചോ വ്യഥന്താം പ്രത്യഗേനാൻ പ്രതിസരേണ ഹന്മി. യാ ഉപരിഷ്ടാ ജിഹ്വതി ജാതവേദ ഊർധ്വായ ദിശോ അഭിഭാസന്ത്യസ്മാൻ സൂര്യമൃത്വാ തേ പരാഞ്ചോ വ്യഥന്താം പ്രത്യഗേനാൻ പ്രതിസരേണ ഹന്മി. യേ ദിശാമന്തർദിശേഭ്യോ ജിഹ്വതി ജാതവേദഃ സർവാഭ്യോ ദിഗ്ഭ്യോ അഭിധാസന്ത്യസ്മാൻ ബ്രഹ്മഋത്വാ തേ പരാഞ്ചോ വ്യഥന്താം പ്രത്യഗേനാൻ പ്രതിസരേണ ഹന്മി. അർത്ഥം: അഗ്നിദേവൻ ആഭിചാര കർമ്മത്തിലൂടെ കിഴക്ക് ദിക്കിൽ നിന്നും വരുന്ന ശത്രുവിനെ ഭസ്മമാക്കുക. അവരെ ശത്രുക്കളായി കണ്ട് ഞാൻ നശിപ്പിക്കുന്നു. തെക്ക് ദിക്കിൽ നിന്നും വരുന്ന ശത്രുവിനെ ആ ദിക്കിൻ്റെ നാഥനായ യമൻ പീഡിപ്പിക്കട്ടെ. പശ്ചിമ ദിക്കിൽ നിന്നും വരുന്ന ശത്രുക്കളെ അതിൻ്റെ നാഥനായ വരുണൻ ശിക്ഷിക്കട്ടെ. വടക്ക് ദിക്കിൽ നിന്നും ഞങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ആഭിചാരികളെ ആ ദിക്കിലെ നാഥനായ സോമൻ ദുഃഖിപ്പിക്കട്ടെ. താഴെ ദിക്കിൽ നിന്നും ആഭിചാര കർമ്മവുമായിട്ട് വരുന്നവരെ പൃഥ്വി എന്ന ആ ദിക്കിൻ്റെ ദേവത നശിപ്പിക്കട്ടെ. ആകാശപൃഥികളുടെ മധ്യത്തിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഞങ്ങൾക്കെതിരായി വരുന്ന ആഭിചാരാദികൾ ആ ദിക്കിൻ്റെ ദേവനായ വായു നശിപ്പിക്കട്ടെ. ഭൂലോകത്തിൽ നിന്ന് ഞങ്ങളെ കൊല്ലുവാനായിട്ട് ആഭിചാര പ്രവൃത്തിയുമായി വരുന്ന ശത്രുവിനെ അതിൻ്റെ നാഥനായ സൂര്യദേവൻ നശിപ്പിക്കട്ടെ. ദിക്കുകളുടെ കോണുകളിൽ നിന്നും വരുന്ന ശത്രുക്കളെ പരബ്രഹ്മത്തിനാൽ ശിക്ഷിക്കപ്പെടട്ടെ. അങ്ങനെയുള്ള എല്ലാ ശത്രുക്കളെയും ഞാൻ രക്ഷായജ്ഞത്താൽ
നശിപ്പിക്കും. ഇവിടെ ആദ്യമായിട്ട് കിഴക്ക് ദിക്കിൽ നിന്നും വരുന്ന ശത്രുവിനെ അവർ പ്രയോഗിക്കുന്ന ആഭിചാര കർമ്മങ്ങളെ അഗ്നിദേവൻ നശിപ്പിക്കട്ടെ എന്ന് പറയുകയാണ്. ഇവിടെ ആഭിചാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞതിലും നമ്മൾ പറഞ്ഞു തന്നെയാണ്, ഗ്രഹങ്ങളെല്ലാം നമ്മളെ മോശമായിട്ട് സ്വാധീനിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന രോഗങ്ങൾ, ഗ്രഹങ്ങളുടെ സ്വാധീനം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് ബാധ, ആഭിചാരം എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ മോശമായി നിൽക്കുമ്പോൾ നമുക്ക് മാനസിക ശാരീരികമായ പ്രയാസങ്ങൾ അധികം മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ലായിരിക്കും. അതിനാണ് ബാധ, ആഭിചാരം എന്ന് പറയുന്നത്. അപ്പം ജ്യോതിഷത്തിൽ ഓരോ ദിക്കിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജ്യോതിഷം ദിക്കുകളുടെ അടിസ്ഥാനമാക്കിയിട്ടാണ് 12 തിരിച്ചിട്ടുണ്ട്, 2 തിരിച്ചിട്ടുണ്ട്, 3 തിരിച്ചിട്ടുണ്ട്, നവാംശം എന്നെല്ലാം പറയുമ്പോൾ 9 തിരിച്ചതാണ്. ഇങ്ങനെ പലതായിട്ട് വിഭജിച്ചിട്ട് ഓരോ ദിക്കുകൾക്കും ഓരോ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഫലം പറയുന്നത്. അപ്പം ദിക്കുകളുടെ അടിസ്ഥാനത്തിൽ ഗ്രഹങ്ങൾ നിൽക്കുമ്പോഴാണ് നമുക്ക് ചില ദോഷങ്ങൾ ഉണ്ടാകുന്നതും ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. നല്ല ഗ്രഹങ്ങൾ ചില ദിക്കിൽ നിൽക്കുമ്പോൾ ആ ദിക്കിന് ഓരോ ആധിപത്യമുണ്ട്. ആ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ നമുക്ക് ഗുണം ചെയ്യും, അവിടെ ശത്രു നിൽക്കുമ്പോൾ നമുക്ക് ദോഷം ചെയ്യും. അത്തരത്തിലാണ് ജ്യോതിഷത്തിലെ പ്രവചനമെല്ലാം. അപ്പോൾ കിഴക്ക് ദിക്കിൻ്റെ നാഥനായിട്ട് അഗ്നിയെ പറയുകയാണ്. അഗ്നി മറ്റു വല്ല ഗ്രഹങ്ങളും നമുക്ക് ദോഷമായിട്ട് കിഴക്ക് ദിക്കിൽ നിന്നും ദോഷങ്ങൾ ചെയ്യുമ്പോൾ ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ആഭിചാര ദോഷങ്ങൾ എന്ന് പറയും. അതിനെ അഗ്നിദേവൻ ഇല്ലാതാക്കട്ടെ എന്ന് പറയണം. അപ്പോൾ അഗ്നിക്കാണ് അതിൻ്റെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവരെ ശത്രുക്കളായി കണ്ട് ഞാൻ നശിപ്പിക്കുന്നു. തെക്കേ ദിക്കിൽ നിന്നും വരുന്ന ശത്രുവിനെ ആ ദിക്കിൻ്റെ നാഥനായി യമൻ പീഡിപ്പിക്കട്ടെ. തെക്കേ ദിക്കിൻ്റെ ആധിപത്യം കൊടുത്തിരിക്കുന്ന യമനാണ്. അവിടെ നിന്ന് വരുന്ന ആഭിചാരക്രിയകൾ, ശത്രുവിൻ്റെ ആഭിചാരക്രിയകളെ യമൻ പീഡിപ്പിക്കട്ടെ. പശ്ചിമദിക്കിൽ നിന്നും വരുന്ന ശത്രുക്കളെ അതിൻ്റെ നാഥനായ വരുണൻ രക്ഷിക്കട്ടെ. അപ്പോൾ വരുണൻ എന്താണെന്നെല്ലാം നമ്മൾ പിന്നീട് കാണാമെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് വേദം ബ്രഹ്മം തൊട്ട് വ്യാഖ്യാനിക്കുമ്പോൾ ഈ വരുണനെയെല്ലാം സയൻസിലൂട്ട് തന്നെ വ്യാഖ്യാനിക്കും. അപ്പം നമ്മളെല്ലാം സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഈ വരുണനും ഇന്ദ്രനും. ഇങ്ങനെയെല്ലാം പണ്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ പശ്ചിമദിക്കിൻ്റെ ആധിപത്യം കൊടുത്തിരിക്കുന്ന വരുണനാണ്. അവിടെ നിന്നും വരുന്ന ശത്രുക്കളെ അതിൻ്റെ നാഥനായ വരുണൻ, അതിൽ നിന്നും നമ്മളെ വരുണൻ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. വടക്കു ദിക്കിൽ നിന്നും ഞങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ആഭിചാരികളെ ആ ദിക്കിൻ്റെ നാഥനായ സോമൻ ദുഃഖിപ്പിക്കട്ടെ. അപ്പം വടക്ക് ദിക്കിൻ്റെ ആധിപത്യം ചന്ദ്രനാണുള്ളത്, സോമനാണുള്ളത്. ആ ഗ്രഹമാണ് വടക്ക് ദിക്കിനെ സംരക്ഷിക്കുന്നത്. അപ്പോൾ ആ ദിക്കിൽ വേറെ വല്ല ഗ്രഹങ്ങളും വന്ന് നമുക്ക് ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ സോമന് അതിനെ പരിഹരിക്കാനുള്ള കഴിവുണ്ട്. പിന്നെയോ താഴെ ദിക്കിൽ നിന്നും ആഭിചാര കർമ്മവുമായി വരുന്നവരെ പൃഥ്വി, ഭൂമി, താഴെ ഭൂമിയാണല്ലോ, ആ ദിക്കിൻ്റെ താതൻ അതായത് ഭൂമി തന്നെ ദേവത നശിപ്പിക്കട്ടെ. ഭൂമിക്കൊന്നുണ്ട്, ആകർഷണ ബലമുണ്ട്. ആകാശപൃഥ്വികളുടെ മധ്യത്തിലെ അന്തരീക്ഷത്തിൽ നിന്നും ഞങ്ങൾക്കെതിരായി വരുന്ന ആഭിചാരാദികൾ ആ ദിക്കിൻ്റെ ദേവനായ വായു നശിപ്പിക്കട്ടെ. അപ്പം ആകാശവും അതായത് ഏറ്റവും ദൂരെയുള്ളതിനും പിന്നെ ഭൂമിക്കും ഇടക്കുള്ള അന്തരീക്ഷത്തിൻ്റെ ആധിപത്യം കൊടുത്തിരിക്കുന്ന വായുവിനാണ്. ആ വായു നമ്മളെ രക്ഷിക്കട്ടെ എന്ന് പറയുകയാണ്. അതിൻ്റെ ദേവത വായു ആണെന്ന് പറഞ്ഞു. ദ്വിലോകത്തിൽ നിന്നും ഞങ്ങളെ കൊല്ലുവാനായി ആഭിചാര പ്രവർത്തനങ്ങളുമായി വരുന്ന ശത്രുവിനെ, അതായത് അതിന് മുകളിലുള്ള, അതായത് അന്തരീക്ഷത്തിന് മുകളിൽ ഉള്ള ലോകങ്ങളിൽ നിന്നും വരുന്ന ശത്രു പ്രയോഗിക്കുന്ന ആഭിചാരങ്ങളെ അതിൻ്റെ നാഥനായ സൂര്യദേവൻ നശിപ്പിക്കട്ടെ. അപ്പം സൂര്യനാണ് അതിൻ്റെ ആധിപത്യം. ദിക്കുകളുടെ കോണുകളിൽ നിന്നും വരുന്ന ശത്രുക്കളെ പരബ്രഹ്മത്തിനാൽ ശിക്ഷിക്കപ്പെടട്ടെ. അപ്പം കോണുകളിൽ നിന്നും വരുന്ന, ദിക്കുകളുടെ കോണുകളിൽ നിന്നും വരുന്ന ശത്രുവിനെ പരബ്രഹ്മം തന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നത്. പരബ്രഹ്മം എന്താണെന്നെല്ലാം നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അങ്ങനെയുള്ള എല്ലാ ശത്രുക്കളെയും ഞാൻ രക്ഷായത്നത്താൽ നശിപ്പിക്കും. അങ്ങനെയുള്ള എല്ലാ ശത്രുതയും അതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളെയെല്ലാം നമ്മൾ രക്ഷായത്നത്താൽ, അതിനുള്ള യത്നങ്ങളെല്ലാം
ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം പരിഹരിക്കാനുള്ള വഴികൾ യോഗയിലൂടെ പറഞ്ഞിട്ടുണ്ട്, ബ്രീത്തിങ് എക്സസൈസിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള യജ്ഞങ്ങളും ഉണ്ട്. അതെല്ലാം ചുരുക്കി ഒന്ന് ഈ സൂക്തത്തിലൂടെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്.